നമസ്കാരം. വെൽക്കം ടു ഷൈനിബിന്ദുസ് വേൾഡ്. എങ്ങനെ നമുക്കൊന്നൊരു സ്കിൻ ബ്രൈറ്റനിങ്ങും ഗ്ലോയിങ്ങും അതുപോലെ നമ്മുടെ പോർസിനെല്ലാം ഇവിടുത്തെ ഈ സുഷിരങ്ങളെല്ലാം മിനിമൈസ് ചെയ്യാനും അതുപോലെ എല്ലാറ്റിനും ഉപരി നമ്മുടെ സ്കിന്നിന് ചുളിവുകളൊന്നും ഇല്ലാതെ നമ്മുടെ സ്കിന്നെ എപ്പോഴും യങ്ങായിട്ടും ഗ്ലോ ആയിട്ടും വച്ചിരിക്കാനും സഹായിക്കുന്ന ഒരു ടോണർ നമുക്കിന്ന് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമ്മുടെ ഹീറോയിനെ കണ്ടില്ല, അവരുടെ സ്കിൻ എപ്പോഴും യങ്ങായിട്ടും ഗ്ലോ ആയിട്ടും അവർക്ക് ഒരു ചുളിവുകളും ഇരിക്കില്ല. കാരണം അവർ 10,000 ചിലവാക്കി ഇപ്പം ബോട്ടക്സ് ട്രീറ്റ്മെൻറ്റ് എടുക്കാറുണ്ട്. അപ്പോൾ നമുക്കത് ഈസി ആയിട്ട് ഒരു ചിലവും ഇല്ലാതെ വീട്ടുമുറ്റത്ത് നമ്മൾ ആരും മൈൻഡ് ചെയ്യാത്ത ഒരു സാധനം വെച്ച് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതെന്താണെന്ന് അറിയണ്ടേ? നമ്മുടെ ചെമ്പരത്തിപ്പൂ. അപ്പോൾ ഇത് വെച്ച് നമുക്ക് എങ്ങനെ ഇന്നൊരു ടോണർ ഉണ്ടാക്കാൻ നോക്കാം. അതിനുമുമ്പ് ഇതിൻ്റെ കൂടെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടെ ഉണ്ട്. അത് നമ്മുടെ അടുക്കളയിൽ തന്നെ ഉള്ള ഒരു സാധനമാണ്. അപ്പോൾ ഇത് ഞാനിന്ന് 2 രീതിയിൽ ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യേണ്ടതും, ഒന്ന് വിത്തൗട്ട് ഫ്രിഡ്ജ്. അപ്പോൾ അത് വന്ന് ഹോസ്റ്റലിലും ദൂരെയൊക്കെ തങ്ങി നിൽക്കുന്നവർക്ക് ഉണ്ടാക്കി എടുത്തുകൊണ്ട് പോകാൻ യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പ് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അതിനടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിലാണ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ ഭാവിയിലിടുന്ന എല്ലാ വീഡിയോസിനും ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യേണ്ട ടോണർ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ ചെമ്പരത്തിപ്പൂവൊക്കെ എടുത്ത് അതിൻ്റെ പൂമ്പൊടിയും ഈ ബാക്കിലുള്ള തണ്ടൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് പൂ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനായിട്ട് ആദ്യം ഒരു ഗ്ലാസ് വേണ്ട, ഒരു 3/4 ഗ്ലാസ്. ഈ ഗ്ലാസ്സിൽ ഞാനൊരു 3/4 ഗ്ലാസ് വെള്ളം എടുക്കുന്നു. അപ്പോൾ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. അപ്പം അടുത്ത് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പം വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളക്കട്ടെ വെള്ളം. അപ്പം നമ്മുടെ വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കാം. അപ്പം ഞാനിവിടെ തീ ഓഫാക്കിയിട്ടുണ്ട്. അടുത്ത് നമുക്ക് വേണ്ടത് ഇതിനായിട്ട് വേണ്ടത് 2 ചെമ്പരത്തിപ്പൂവാണ്. അപ്പോൾ ഞാനത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇപ്പോൾ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇട്ടപ്പോൾ തന്നെ അതിൻ്റെ ഒരു എസൻസ് ഒക്കെ ഇറങ്ങി ആ കളർ മാറുന്നുണ്ട്, കുറച്ചൊരു ഡാർക്ക് കളറായിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തതായിട്ട് വേണ്ട നമ്മുടെ ഗ്രീൻ ടീ. ഇതാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. ഇത് നമ്മുടെ സ്കിന്നിനെ ഒന്ന് ഗ്ലോ ആക്കാനും അതുപോലെ ബ്രൈറ്റൻ ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് അല്ല, സ്റ്റാർ ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇത് നമുക്ക് ഗ്രീൻ ടീയുടെ ടോണറായിട്ട് തന്നെ നമുക്ക് പുറത്തൊക്കെ വാങ്ങാൻ കിട്ടും. നല്ല റേറ്റ് കൊടുത്ത് അത് നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഇതുപോലെ ചെയ്യാവുന്നതാണ്. 4 എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കളറൊക്കെ മാറി വരാണ്. ഇനി ഈ ഗ്രീൻ ടീയുടെ എസൻസ് ഒക്കെ അതിലൊന്ന് ഇറങ്ങാൻ വേണ്ടി നമുക്കൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് വിത്തൗട്ട് ഫ്രിഡ്ജ്, അത് ഫ്രിഡ്ജിലല്ലാതെ പുറത്ത് വെച്ച് സൂക്ഷിക്കാൻ പറ്റുന്ന ടോണർ ഉണ്ടാക്കാം. ഇത് ഹോസ്റ്റലിൽ തങ്ങി നിൽക്കുന്നവർക്ക് ദൂരെയൊക്കെ പോകുന്നവർക്ക് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തുകൊണ്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. അപ്പോൾ ഞാനിത് ഒരു 50 ഗ്രാം എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഡിസ്റ്റിൽഡ് വാട്ടറാണ്. DM വാട്ടർ ഞാനൊരു 50 ഗ്രാം ഒഴിച്ചു കൊടുക്കുന്നു. ഞാനൊരു 50 ഗ്രാം എടുത്തിട്ടുണ്ട്. പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിനെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പം ഇതൊന്ന് ഹീറ്റ് ആവട്ടെ. നന്നായിട്ടൊന്ന് തിളച്ചത് നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഞാൻ ഒന്ന് തീ ഓഫാക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ വെള്ളത്തിലേക്ക് 2 ചെമ്പരത്തിപ്പൂ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അതൊന്ന് മുങ്ങുന്ന രീതിയിൽ അതിനൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇട്ടിട്ടുണ്ട്. അടുത്ത് നമുക്ക് വേണ്ടത് നമ്മുടെ സ്റ്റാർ ഇൻഗ്രീഡിയൻ്റ് ആദ്യത്തേതുപോലെ തന്നെ ഒരു 4-5 ഗ്രീൻ ടീ. അപ്പോൾ ഞാൻ അതിട്ട് കൊടുക്കുകയാണ്. നമുക്കൊന്നത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ എസൻസ് ഒക്കെ ഇതിൽ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതും നമുക്കൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കാം. നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യേണ്ട ടോണർ എടുക്കാം. അതും ഇതുപോലെ ഒരു ഗ്ലാസ്സിലേക്ക് ഞാനിങ്ങനെ അരിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. ഇതിൽ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പ്രേ ബോട്ടിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ ഒരു സ്പ്രേ ബോട്ടിലോട്ട് മാറ്റി കൊടുക്കാം. നമ്മുടെ ടോണർ ഇവിടെ റെഡിയാണ്. നമ്മൾ പുറത്ത് വെച്ച് ഉപയോഗിക്കാൻ പറ്റിയ ടോണറാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനും നമുക്കിതിനെ ഒന്ന് അരിച്ചെടുക്കാം. അരിപ്പിൽ വെച്ച് ഞാനിവിടെ അരിച്ചെടുക്കുകയാണ്. ഇപ്പോൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു ടോണർ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിനു മുമ്പ് നമുക്കിതിലേക്ക് ഒരു സാധനം ആഡ് ചെയ്യാനുണ്ട്. കാരണം നമ്മളിത് പുറത്ത് വെച്ച് യൂസ് ചെയ്യാൻ പോണതാണല്ലോ. അപ്പോൾ ഒത്തിരി ദിവസം ഇരിക്കണമെങ്കിൽ ഇതിലേക്ക് നമ്മൾ പ്രിസർവേറ്റീവ് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ എപ്പോഴത്തെയും പ്രിസർവേറ്റീവ് ഫിനോക്സി എത്തനോൾ, അത് ഞാനിവിടെ ഒരു 3 തുള്ളി ഒഴിച്ചു കൊടുക്കുകയാണ്.
ഞാനൊരു 3 തുള്ളി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മളിതിൽ DM വാട്ടറിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ പ്രിസർവേറ്റീവ് കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇത് പുറത്ത് വെച്ച് യൂസ് ചെയ്യാം. ഇനി ഞാനിതിനെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ടോണർ ഇവിടെ റെഡിയാണ്, വിത്തൗട്ട് ഫ്രിഡ്ജ്, വിത്ത് ഫ്രിഡ്ജ്. അപ്പോൾ ഞാനിത് യൂസ് ചെയ്ത് കണ്ടു. ഈ ബോട്ടിൻ്റെ കോലം കണ്ടു, ചപ്പിച്ചുണങ്ങിയ ഒരു പരുവായി. ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പുതിയ ബോട്ടിൽ വാങ്ങിയതാണ്. അപ്പോൾ നമ്മൾ ഫേസെല്ലാം വാഷ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. സ്പ്രേ ചെയ്യാൻ നല്ല രസമാണ്. എന്നിട്ട് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുക. എപ്പോൾ ഫേസ് വാഷ് ചെയ്താലും ഇങ്ങനെ ടോണർ അടിച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ പോർസ് എല്ലാം മിനിമൈസായി നമ്മുടെ ചുളിവുകളൊന്നും വരാതെ നമ്മുടെ സ്കിൻ എപ്പോഴും യങ്ങായിട്ടിരിക്കും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്ന കമൻറ്റ്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ഗുഡ് ബൈ.